ഹലോ, വെൽക്കം ടു സുഹാനീസ് കുക്കിംഗ് ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം ചില്ലി ഒരു സ്റ്റാർട്ടർ റെസിപ്പി നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് മഷ്റൂം ഞാൻ വാങ്ങി. ബട്ടൺ മഷ്റൂമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം കുറേ അധികം മഷ്റൂമിൽ പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ 1 സ്പൂൺ മൈദ പൊടി ചേർത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അത് ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഒരു ഷേപ്പിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ വലിയ മഷ്റൂം ആണെങ്കിൽ അതൊരു 4 പീസായിട്ടും ചെറിയ മഷ്റൂംസ് 2 പീസായിട്ടും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മഷ്റൂമൊക്കെ എല്ലാം പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്കിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഏതെങ്കിലും ഓയിലിൽ, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഓയിലിൽ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മഷ്റൂമിൻ്റെ കഴിക്കാൻ ക്രിസ്പി ആയിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ചില്ലി മഷ്റൂമിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗാർലിക്കും 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് 2 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള ചേർത്തിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാനത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. റെഡും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് ഉള്ളിയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും ഒന്ന് എത്രയാണ് വേണ്ടിച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടൊന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ട പിടിക്കാതെ പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ഡാർക്ക് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഇത് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ മഷ്റൂം വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓരോ സബ്സ്ക്രിപ്ഷനും അത്ര വാല്യുബിളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.